അതായത് എനിക്ക് അങ്ങനെ ഒരു വെറുതെ ഭാവനയിൽ നിന്ന് എഴുതിയാൽ പോരാ, എനിക്കത് അനുഭവിക്കണം. ഞാൻ അനുഭവിച്ചിട്ട് എൻ്റെ പ്രേക്ഷകർക്ക് അത് വ്യക്തമാക്കണം. അപ്പോൾ ഈ ഗ്രാമം കണ്ടുപിടിച്ചതല്ല, ഈ ഗ്രാമം യഥാർത്ഥത്തിൽ എന്നെ തേടുകയായിരുന്നു. 3 വെള്ളച്ചാലുകൾ എന്നോ വെള്ളക്കീറുകൾ എന്നോ ആ 3 നദികൾ വന്നിട്ട് യോജിക്കുന്ന കൂടുന്ന സ്ഥലമാണ് മുക്കൂടൽ. അപ്പോൾ അത് പക്ഷെ വലിയ പഴക്കമുണ്ട്. പക്ഷെ അതിൻ്റെ ചുറ്റുവട്ടമൊന്നും ഒരു വീടും തന്നെ ഇല്ല, ആ ഭൂപ്രദേശത്തെ വീടുകളിൽ. അപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, സാർ ഇത് ആരും ഇല്ലല്ലോ, ഇവിടെയെങ്ങും ആരും ഇല്ലല്ലോ എന്നൊക്കെ. ഈ എക്സ്പീരിയൻസ് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയുന്ന ഒരു അന്വേഷണമാണ് ഞങ്ങൾ നടത്തിയത്. ആ അന്വേഷണത്തിന്റെ ബാക്കി പത്രമാണ് ഈ പുസ്തകം. ഈ വിവാഹത്തിന്റെ തലേ ദിവസം രാത്രിയിൽ ഇവരുടെ വീട്ടിൽ പോയിട്ട് അപ്പോൾ ഇവിടുത്തെ പൊതുകിണറിൽ ഇവരെ തള്ളുന്നുണ്ട്, ശപിക്കുന്നുണ്ട്, ഈ ഗ്രാമം അഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഈ പ്രേക്ഷകർ എങ്ങനെ ഇത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. ഗ്രാമമുഖ്യൻ എന്നോടൊരു കാര്യം പറഞ്ഞു, എൻ്റെ കുട്ടികൾ, അദ്ദേഹത്തിന്റെ 2 ആൺമക്കളും ഡോക്ടേഴ്സാണ്, എൻ്റെ മക്കൾ ഇപ്പോഴും ഒറ്റയ്ക്ക് അവിടെ പോകാറില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും ഗർഭിണികളായ സ്ത്രീകൾ ആ പ്രധാന വീതിയിലൂടെ നടക്കാറില്ല. അമേസിംഗ് റേയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. കാര്യം നമ്മളൊരു ജ്യേഷ്ഠതുല്യൻ, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു ബന്ധം. പക്ഷേ എനിക്കിതുവരെയും ഡയറക്റ്റ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നെനിക്ക് ആ ഭാഗ്യമുണ്ടായി. താളിയോല ഗ്രന്ഥം നിങ്ങൾ കേട്ട് കാണും, അത് ഒരുപാട് വിവാദങ്ങളുണ്ടായി. അതിനു മുമ്പ് അദ്ദേഹം ഒരു ജേർണലിസ്റ്റായിരുന്നു. അപ്പോൾ താളിയോല മുതലുള്ള ഒരു ബന്ധമാണ്. അതിനുശേഷം കന്യാകുമാരി കഥ പറയുന്നു, അങ്ങനൊരു പുസ്തകം. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വശ്യം എന്നൊരു നോവല്. അദ്ദേഹത്തിൻ്റെ പുസ്തക രചന ഒരു പ്രത്യേക തരത്തിലുള്ള രചനയാണ്. കാര്യം നമ്മളൊരു ക്യാരക്ടറായി ആ പുസ്തകത്തിലേക്ക് നമ്മളൊരു ക്യാരക്ടറായി മാറും. അങ്ങനെ ഒരു മാസ്മരികമായ കഴിവുള്ള ഒരു വ്യക്തിയാണ് വെങ്ങാനൂർ ബാലകൃഷ്ണൻ ചേട്ടൻ. അപ്പോൾ ചേട്ടനെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് മുഴുവനായി കാണുക, ഒപ്പം നല്ല കമൻറ്റുകൾ തരിക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചേട്ടനെ സ്വാഗതം ചെയ്യാം. ചേട്ടാ നമസ്കാരം. ഒരുപാട് വർഷത്തെ പഴക്കം, അത് ആ വർഷം പറയാൻ ഒരുപാട് പിന്നിലേക്ക് പോകേണ്ടത്. തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഞാൻ കാണുന്ന താളിയോല, അന്ന് ഭയങ്കര വിവാദമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ചേട്ടനെ ചോദിക്കും, ഞാൻ ചേട്ടൻ ഇത് എങ്ങനെ എഴുതാൻ പറ്റുന്നു? അപ്പം അത് സയൻസും മിത്തും നമ്മുടെ വിശ്വാസവും എല്ലാം ഇഴ കലർന്ന് കിടക്കുന്ന നമ്മുടെ സനാതനത. അതിന് ഇത്രയും ഇഴകീറി ഇതാണ് നമ്മുടെ സയൻസ്, ഇത് നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരുപാട് പേർക്ക് ചേഞ്ച് ഉണ്ടായി. അപ്പോൾ എനിക്കും ആ ചേഞ്ച് ഉണ്ടായി. പിന്നെ കന്യാകുമാരിയിലെ കഥ പറയും കന്യാകുമാരി, അത് ശരിക്കും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഓരോ ദിവസം, നമുക്ക് ഈ ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ അത് വായിക്കാം. അതിൽ നമ്മളൊരു കഥാപാത്രമായി മാറിപ്പോവുകയാണ്. എസ്.കെ. പൊറ്റക്കാടിന്റെ ഒക്കെ ഇത് വായിക്കുമ്പോഴാണ് നമ്മൾ സഞ്ചരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം ഏറ്റവും പുതിയ പുസ്തകം പ്രേക്ഷകർ കാണുക, വശ്യം. ഇതിലെന്താണ് വശ്യതയുള്ളത്? എനിക്കാണ് ചോദിച്ചത്, ഈ വശ്യതയിലേക്ക് അങ്ങ് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ഈ പുസ്തകം ഇപ്പൊ ഒരു വശ്യതയിലേക്ക്, അതായത് ആകർഷണമാണ്, ഒരു ആകർഷണം വരുന്നത്. പക്ഷെ വശ്യ എന്ന പദത്തിന്റെ അർത്ഥം അതല്ല, ഒരു സംസ്കൃത പദമാണ്, വളരെയധികം ചർച്ച ചെയ്യപ്പെടാത്തൊരു പദമാണ്. വശ്യ എന്ന് പറഞ്ഞാൽ കൺട്രോളിങ് അതേഴ്സ് എന്നാണ്, മറ്റുള്ളവരെ. അതെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു മീനിങ് എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും ഈ പദം ഒരു പക്ഷേ അത്രയ്ക്ക് ആരും ഉപയോഗിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വശ്യം എന്ന പദം പലരും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വശീകരിക്കപ്പെടുക എന്നൊക്കെ പറയുന്ന ഒരു സ്വാതന്ത്ര്യ സിനിമ പോലെ വന്നിട്ടുണ്ട് അത്രയും തന്നെ. പക്ഷെ വശ്യ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു കൺട്രോളിങ് ആണ്. അപ്പൊ ഇതിലെ പ്രധാന ക്യാരക്ടർ തന്നെ വശ്യാണ്. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയല്ല. കുറച്ച് കഴിയുമ്പോൾ അതിനൊരു മാറ്റം വരുന്നുണ്ട്. ഇത് 14 ചാപ്റ്ററുള്ള ഒരു പുസ്തകമാണ്. 13 ചാപ്റ്ററിലും വശ്യ എന്ന ക്യാരക്ടർ ഉടനീളമുണ്ട്. പക്ഷേ 14ാമത്തെ ചാപ്റ്ററിൽ വരുമ്പോൾ ഒരു റിയാലിറ്റിയിലേക്ക്, അൾട്ടിമേറ്റിലേക്ക് വരുന്നുണ്ട്. ക്ലൈമാക്സ് അങ്ങനെയാണ്. അപ്പോൾ അവർക്കൊരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഈ വശ്യ യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞുള്ള പ്രധാന കഥാപാത്രങ്ങൾ മാസ്റ്റർ അനന്തു എന്നും മാസ്റ്റർ തോബിയാസ് എന്നും പറയുന്ന 2 സ്കൂൾ കുട്ടികളാണ്. അവർ സ്കൂൾ ഫൈനലിൽ 10th പഠിക്കുന്നവരാണ്. പിന്നെ മലയാളി കുട്ടികളാണ്. ഈ വശ്യ മലയാള രാജ്യത്തല്ല കഥ നടക്കുന്നത്, തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഈ കുട്ടികളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നു. കുട്ടികളെന്ന് പറഞ്ഞാൽ കേവല കുറച്ച് സമയത്തേക്കുള്ള കൺട്രോളിങ് അല്ല, അവരുടെ മുൻജന്മത്തിലും, അതായത് പാസ്റ്റ് ലൈഫിലും ഈ ലൈഫിലും അവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുകയും അവരെ ആ തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്
വശ്യ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പൊ അങ്ങനെയാണ് വശ്യ എന്ന് പറയുന്ന ഒരു പദം നമ്മൾ കണ്ടെത്തുന്നത്. ഇപ്പം ഇതിനകത്ത് നമ്മളിങ്ങനെ സംസാരിച്ച് ഞാൻ വായിച്ചു തുടങ്ങിയില്ല, ഇന്ന് എനിക്ക് കയ്യിൽ കിട്ടിയത്. അപ്പൊ അതിനകത്ത് ഒരു ഗ്രാമത്തെ കുറിച്ചാണ്. അതെ അതെ അതെ. അങ്ങ് ഈ ഗ്രാമം കണ്ടെത്തി, ഇപ്പം റിയൽ ആണ്, അങ്ങയുടെ പുസ്തകങ്ങളെല്ലാം റിയൽ സ്റ്റോറീസ് ആണ്. അതായത് എനിക്ക് അങ്ങനെ ഒരു വെറുതെ ഭാവനയിൽ നിന്ന് എഴുതിയാൽ പോരാ, എനിക്കത് അനുഭവിക്കണം. തീർച്ചയായിട്ടും ഞാൻ അനുഭവിച്ചിട്ട് എൻ്റെ പ്രേക്ഷകർക്ക് അത് വ്യക്തമാക്കണം, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റണം. തീർച്ചയായിട്ടും ഈ അനുഭവത്തിലേക്ക് പോകാനായിട്ട് അങ്ങനെ ഒരു ഗ്രാമം കണ്ടുപിടിക്കുക, ഇത് കണ്ടുപിടിച്ചതല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഞാനും അങ്ങും തമ്മിൽ എത്രയോ വർഷത്തെ, ഒരു പക്ഷേ ഒരു 2 ദശാബ്ദത്തിൽ കൂടുതലായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഈ ബന്ധം എന്റെ വശ്യ ഒരിക്കലും അത് സംസാരിക്കുന്നത് അത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച്. ഇതിപ്പോ ഞാൻ ഇത് വിധിവശാൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഗ്രാമം കണ്ടുപിടിച്ചതല്ല, ഈ ഗ്രാമം യഥാർത്ഥത്തിൽ എന്നെ തേടുകയായിരുന്നു. അപ്പൊ അത് എങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ചിലതൊക്കെ സംഭവിക്കുകയെന്ന്. അപ്പം ഇതും അങ്ങനെ തന്നെയാണ്. ഇതും സംഭവം യഥാർത്ഥത്തിൽ ഈ ഗ്രാമത്തിൽ ഞാൻ പോയതല്ല. ഞാനും നെയ്യൂർ ശ്രീകുമാർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹം ഞാനുമായിട്ടൊരു യാദൃച്ഛിക യാത്ര നടത്തുകയാണ്. അപ്പോൾ എനിക്ക് യാത്രകൾ വലിയ ഇഷ്ടമാണ്. അപ്പോൾ യാദൃച്ഛികമായിട്ടൊരു യാത്ര നടത്തിയൊരു ഉൾപ്രദേശത്ത് എത്തുന്നുണ്ട്. അതൊരു വില്ലേജിൻ്റെ ഒരു ക്യാരക്ടർ വരുന്ന ഒരു ഉൾപ്രദേശം, ആളൊന്നും ഇല്ലാത്തൊരു പ്രദേശം. അപ്പോൾ അവിടെ പക്ഷെ ഒരു ഡാമുണ്ട്, മുക്കൂടൽ ഡാം എന്നാണ്. മുക്കൂടൽ, അതിന് ആൾക്കാർ വിളിക്കുന്ന മുക്കടൽ എന്നാണ്. മുക്കടൽ പറഞ്ഞ് ഇങ്ങനെ ഇത് വരുമല്ലോ. അപ്പോൾ ഈ മുക്കൂടൽ എന്ന് പറഞ്ഞാൽ 3 കൂടലുകൾ എന്നാണ് അർത്ഥം. 3 കൂടൽ, തമിഴും മലയാളത്തിൽ അത് ഒരുമിച്ച് നിൽക്കും. 3 കൂടൽ എന്ന് പറഞ്ഞാൽ 3 അരുവികൾ എന്ന് പറഞ്ഞാൽ നദികളെന്ന് വിളിക്കാം, 3 വെള്ളച്ചാലുകളെന്നോ വെള്ളക്കീറുകളെന്ന് വിളിക്കാം. 3 നദികൾ വന്നിട്ട് യോജിക്കുന്ന കൂടുന്ന സ്ഥലമാണ് മുക്കൂടൽ. അത് പിന്നെ മുക്കടൽ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് അപ്പോൾ ഒരു ഡാം കാണാനായിട്ട്, അപ്പോൾ ഒരു 10 രൂപ എന്തോ ആണ് ടിക്കറ്റ്. അപ്പോൾ ഞാനും അദ്ദേഹം അവിടെ പോകുന്നു. അപ്പോൾ ഡാമിൻ്റെ ബോർഡ് യാദൃച്ഛികമാണ്, ബോർഡ് കാണുന്നു. ഞങ്ങൾ എന്തായാലും ഡാം കാണാമെന്ന് പറഞ്ഞ് കയറാണ്. എനിക്ക് തോന്നുന്നു ഒരു 10 മണി 11 അതിനെന്തോ സമയമാണ്, കൃത്യമല്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ സത്യത്തിൽ അതിനകത്ത് കാണുന്നത് ഒരു കാമുകനോ ദമ്പതികളായ 2 പേര് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ 2 കസേരകളിലായിട്ട് ഫേസ് ടു ഫേസ് അവരിയ്ക്കുന്നുണ്ട്. പക്ഷെ നല്ല വെയിലാണ്, അവർ തണലിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഡാമിലോട്ട് മുകളിൽ കയറിയപ്പോൾ ഡാമിൽ വെള്ളമെല്ലാം കുറവാണ്, പക്ഷെ അസഹനീയമായ വെയിലെന്ന് പറഞ്ഞാൽ പിന്നെ കാണുന്നതെല്ലാം മൊത്തം പാറ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് എന്തോന്ന് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞ് താഴെ ഇറങ്ങി. അപ്പോൾ താഴെ ഇറങ്ങി ഞങ്ങൾ ഈ 10 രൂപ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിങ്ങനെ തമാശയൊക്കെ പറഞ്ഞിട്ട് പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ ബൈക്കിലാണ് യാത്ര, ഒരു ആക്ടിവയാണ്. അപ്പോൾ ഈ ആക്ടിവയിൽ അദ്ദേഹം തിരിച്ചു പോരാ, ഞങ്ങൾ വന്ന വഴിയെ പോരാ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട സാർ, ഇത് ഫ്രണ്ടിലോട്ട് നല്ല രസമുള്ള കുഞ്ഞു വഴിയാണ്, ടാറിട്ട റോഡാണ്, പക്ഷെ ആൾക്കാരൊന്നുമില്ല. അങ്ങനെ ആ ടാറിട്ട റോഡിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ സഞ്ചരിച്ചിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു വളരെ പഴക്കം തോന്നുന്ന ഒരു അമ്പലം. അത് പക്ഷെ അതൊരു മഹാവിഷ്ണു ക്ഷേത്രമാണ്, എംപെരുമാൾ ക്ഷേത്രം എന്ന് പറയും. ശ്രീദേവി ഭൂദേവി സമേത എംപെരുമാൾ ക്ഷേത്രം. അപ്പോൾ അത് പക്ഷെ വലിയ പഴക്കമുണ്ട്, പക്ഷെ അതിൻ്റെ ചുറ്റുവട്ടമൊന്നും ഒരു വീടും തന്നെ ഇല്ല, ആ ഭൂപ്രദേശത്തെ വീടുകളിൽ. അപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, സാർ ഇത് ആരും ഇല്ലല്ലോ, ഇവിടെയെങ്കിലും ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമ്മളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ പോയി ഇരിക്കുന്നിടത്താണ്. അത് യഥാർത്ഥത്തിൽ ചിറമടം എന്ന് പറയുന്ന ഒറ്റപ്പെട്ടൊരു വില്ലേജാണ്. ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ ചുറ്റളവുണ്ട്, 4 ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട ചിറൈമഠം എന്നാണ്. ചിറൈ എന്ന് പറയുന്നത് ജയിൽ എന്നാണ് അർത്ഥം. മുൻപേ ഉണ്ടായിരുന്ന ജയിൽ എന്നൊരു മീനിങ് അതിനകത്തുണ്ട്. അത് പക്ഷെ പുരാണമാണ്, പൗരാണികമാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന ജയിലാണ്. ആ ജയില് പിന്നീട് മഠം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, മുൻചിറ ശിവാലയങ്ങളുടെ തുടക്കം. അതെ അതെ, അത് തിരുമല നായ്ക്കറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സീതാദേവി. അതെ അതെ, തീർച്ചയായിട്ടും. ഇതും അങ്ങനെ തന്നെ. ഇത് ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ മുരുക ഭഗവാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, സുബ്രഹ്മണ്യനായിട്ടൊക്കെ ബന്ധപ്പെട്ട സമയം. ഈ വില്ലേജിൽ ചെന്നെത്തുമ്പോൾ ഞങ്ങൾക്ക് യാദൃച്ഛ്യമായിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നു. ഞാൻ പുസ്തകത്തിന്റെ ഇൻട്രോയിൽ പറയുന്നുണ്ട്, അതൊരു റിയലാണ്. ഞങ്ങളുടെ ലൈഫിൽ ഒരാൾ കൂടെ ഞങ്ങളുടെ എടുത്ത് പറയുന്നത്, ഒരു പക്ഷേ ഇത് കാണുന്നവരെ, ഈ പുസ്തകം വായിക്കുന്നവരെല്ലാം വിചാരിക്കും ഞാൻ കള്ളം പറയാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ലൈഫിലൊക്കെ ചിലപ്പോൾ കള്ളം പറയുമല്ലോ, പക്ഷെ ഇത് അങ്ങനെയല്ല. ഒരാൾ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു സാക്ഷി പറയാനുള്ള. അപ്പൊ എനിക്കും അദ്ദേഹത്തിനും ഉണ്ടായിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു സാധാരണ എക്സ്പീരിയൻസ് അല്ല. ഈ എക്സ്പീരിയൻസ് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയുന്ന ഒരു അന്വേഷണമാണ് ഞങ്ങൾ നടത്തിയത്. ആ അന്വേഷണത്തിന്റെ ബാക്കി പത്രമാണ് ഈ പുസ്തകം വശ്യ രൂപപ്പെടുന്നത്. അവരുടെ പുസ്തകത്തിന് വശ്യ എന്ന് മാത്രമല്ല, വശ്യ ഒരു സംഭവ കഥ എന്ന് കൊടുത്തിരിക്കുന്ന ഇതാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു ഫിക്ഷന് വേണ്ടുന്ന
ചില കാര്യങ്ങൾ വേണമല്ലോ വായനക്കാർക്ക് വേണ്ടി. അപ്പൊ ഇതില് കടന്നു വരുന്ന രണ്ട് കുട്ടികളുണ്ട്, മാസ്റ്റർ അനന്തു എന്നും മാസ്റ്റർ തോബിയാസ് എന്നും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ. അപ്പൊ യഥാർത്ഥത്തിൽ അത് ഈ വെങ്ങാനൂർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഞാനും ഈ നെയ്യൂർ ശ്രീകുമാർ എന്ന് പറയുന്ന അദ്ദേഹവുമാണ് യഥാർത്ഥത്തിൽ. പക്ഷെ ഈ കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങളാണ്. ഇപ്പൊ ഞങ്ങള് കുട്ടികളായ ഞങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളാണ് പല ഭാഗത്തും ഇതുണ്ടായിരിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങോട്ട് പറഞ്ഞതുപോലെ ഈ ഫിക്ഷന് വേണ്ടുന്ന ചില കാര്യങ്ങൾ, ഇപ്പൊ പാസ്റ്റ് ലൈഫ്, പിന്നെ അതുപോലെ ടൈം സ്ലിപ്പ്, ടൈം ട്രാവൽ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ വരുത്തുപോക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതൊന്നും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതല്ല. പക്ഷെ അത് എൻ്റെ ലൈഫിൽ മറ്റ് ചില സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അതുപോലെ വഴിമുടക്കി എന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതല്ല. പക്ഷെ എൻ്റെ അമ്മ ഒരുപാട് പ്രാവശ്യം പറയുകയും കുഞ്ഞുനാളിലൊക്കെ ഇന്ന വഴി കൂടെ പോകരുത്. അപ്പൊ ഞാൻ ചോദിക്കും, അമ്മ പകലും വെക്കൂടാന്ന് പറയും. ചില പ്രദേശത്തൂടെ അവിടെ കൂടെ ഒന്നും പകല് വന്നുകൂടാ കേട്ടാ എന്ന് പറയുന്ന ഒരു സമയം. അപ്പൊ അത് ഈ കുട്ടികളും ഈ പകൽ ഇത് അനുഭവിക്കുന്നുണ്ട്, വഴിമുടക്കി. അങ്ങനെയാണ് ഇതൊരു ഒരു ഒരു സെൻസേഷണൽ എന്ന നിലയിൽ. പിന്നെ ഇതൊരു കുറച്ച് പുറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇതിന്റെ ഈ ഇൻസിഡന്റ് നടക്കുന്നത് ഇതൊരു കൊലപാതകത്തിന്റെ ഇതാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഗവിദ്വേഷത്തിന്റെ ഒരു തലം ഇതിനകത്തുണ്ട്. അപ്പോൾ ആ കൊലപാതകം നടന്നിരിക്കുന്ന ഏതാണ്ട് ഒരു 500-400 വർഷങ്ങൾക്ക് മുന്നാണ് സാധ്യത. ചരിത്രം കറക്റ്റായിട്ട് അത് നമുക്ക് കണ്ടെടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ പുസ്തകത്തിന് 3 ഭാഗങ്ങളാണ്, 1, 2, 3. രണ്ടാം ഭാഗം ഫ്ലാഷ് ബാക്ക് ആണ്. അത് 425 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗ്രാമത്തിൽ ഇപ്പോഴും പോയി കഴിഞ്ഞാൽ ഈ കൊലപാതകത്തിന്റെ ഒരു സിമ്പൽ എന്ന നിലയിൽ നമുക്കത് പൂർണ്ണമായിട്ട് എന്തായിരുന്നു ആ ഗ്രാമത്തിൽ എന്താ? അതെ, ഈ 425 വർഷങ്ങൾക്ക് മുമ്പാണ്, 400-500 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അവിടെ ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന 2000 വർഷത്തോളം പഴക്കമുള്ള എമ്പെരുമാൾ ക്ഷേത്രം പുതുക്കി പണിയാനായിട്ട് പാണ്ഡ്യ രാജാവിന്റെ മന്ത്രി വരുന്നുണ്ട്. ഈ മന്ത്രി എന്ന കാര്യത്തിലൊക്കെ ചെറിയ സംശയങ്ങൾ നിലവിലുണ്ട്. നാട്ടുകൂട്ടത്തിനും അവിടുത്തെ ഇപ്പോഴത്തെ ഗ്രാമമുഖ്യൻ സെമീന്ദർ ഡോക്ടർ CS ശിവദാണുപിള്ള, അദ്ദേഹത്തിന് ഞാൻ ഡോക്ടർ CS ശിവദാണു എന്ന പേരിൽ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം എഡിറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോഴും അങ്ങേക്ക് ഇപ്പൊ പോയിട്ട് ഡോക്ടർ CS ശിവദാണുപിള്ളയെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിനോട് ഈ പുസ്തകം വായിച്ചിട്ട് ഈ എന്നെ കൊണ്ടുപോകാതെ പോയിട്ട് ഈ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു കഥയുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും. ഒരുപക്ഷെ ഈ കഥയല്ല അദ്ദേഹം പറയുന്നത്, കുറച്ച് മാറ്റം വരും. കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹം അറിഞ്ഞ ഒരു കഥയാണ്. എന്നെ സംബന്ധിച്ച് ഫിക്ഷൻ എന്ന നിലയിൽ ചെറിയ മാറ്റങ്ങളും കൂടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ കുംഭാഭിഷേകം അതൊരു പുതുക്കി പണിയിൽ നടക്കുന്നുണ്ട്. പാണ്ഡ്യ രാജാവിന്റെ നിർദ്ദേശം. അന്ന് ഈ തമിഴ്നാട്ടിലെ ഉടനീളം ഈ പിന്നെ ഇത് നടക്കുന്നുണ്ട്. മധുര മീനാക്ഷി ക്ഷേത്രം മുതലുള്ള ക്ഷേത്രങ്ങൾ പുതുക്കി പണിയുന്ന ഒരു അവസരത്തിലാണ്. ആ രാജാക്കന്മാരുടെ കാര്യത്തിലൊക്കെ പേരുകളിൽ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഹിസ്റ്ററി പരതിയിട്ട് ജാതവർമ്മൻ പാണ്ഡ്യൻ്റെ കാലത്താണ് നടന്നു എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ക്യാരക്ടർ ആതിരൻ എന്ന് പറയുന്ന മന്ത്രിയാണ്. അപ്പോൾ ഈ ആതിരൻ എന്ന് പറഞ്ഞ മന്ത്രി ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ ഒരു ക്യാരക്ടർ കൊണ്ടുവരേണ്ടതായിരുന്നുകൊണ്ട് ആതിരൻ എന്ന് പറഞ്ഞാൽ നന്മയുടെ ഉറവിടം എന്നൊക്കെ പറയണം. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ അതിനകത്ത് സ്വാഭാവികമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഇദ്ദേഹം സ്വാഭാവികമായിട്ട് ഇത് ആവുടെ അമ്മാൾ എന്ന് പറയുന്ന സ്ത്രീയാണ്. അപ്പോൾ പക്ഷെ ഇവര് എല്ലാവരെയും ജാതി വ്യത്യാസം, മതം ഹൈന്ദവം മാത്രമാണ്, ജാതി വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളുടെയും പുരോഗമനം, എല്ലാ ആളുകൾക്കും വിജയമെല്ലാം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇവരൊരു സംഗീത അധ്യാപികയായിരുന്നു ഈ ആവുടെ അമ്മാൾ. അപ്പോൾ അവര് സ്വാഭാവികമായിട്ട് എല്ലാ കുട്ടികളെയും സംഗീതം പഠിപ്പിക്കുന്നു. പക്ഷെ അവരുടെ സമുദായത്തിൽ നിന്ന് തന്നെ സ്വാഭാവികമായിട്ട് ഇവർക്കൊരു എതിർപ്പുണ്ടായിരുന്നു. ഇങ്ങനെ മറ്റു സമുദായത്തിലെ കുട്ടികളെ പഠിപ്പിക്കും. അതെ, അങ്ങനെ ഒരു പ്രശ്നം വന്നിരുന്നു. പക്ഷെ ഇദ്ദേഹം ആതിരൻ വന്നിട്ട് ഇവരോട് ഒരു പ്രേമാഭ്യർത്ഥനയല്ല, കാരണം ആതിരൻ സ്വയം സ്വീകരിച്ച ഒരു ചിട്ടയുണ്ട്. അതെന്തെന്ന് പറഞ്ഞാൽ പാതിവൃത്യമാണ്. അദ്ദേഹത്തിനോട് ആരും പറഞ്ഞതല്ല, അദ്ദേഹം സ്വയം സ്വീകരിച്ചിട്ടുണ്ട് പാതിവൃത്യം. പക്ഷേ ഇങ്ങനെ ഒരു നല്ല കുട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് താല്പര്യം തോന്നിയിട്ട് അന്നത്തെ ഗ്രാമമുഖ്യനോട് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രാമമുഖ്യൻ പറഞ്ഞ് വലിയ സന്തോഷം. അപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാർക്കെല്ലാം വലിയ സന്തോഷമായി. കാരണം ഒരു മന്ത്രി ഞങ്ങളുടെ സഹോദരിയെ വിവാഹം കഴിച്ചാൽ ഈ ഗ്രാമത്തിലുണ്ടാകുന്ന നേട്ടം. അപ്പോൾ ഈ യങ്സ്റ്റേഴ്സ് എല്ലാം ഭയങ്കര സ്വപ്നം കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന വികസനത്തെക്കുറിച്ച്, പുരോഗമനത്തെക്കുറിച്ച്. പിന്നെ ഇവർക്കെല്ലാം ഈ അവർ ചേച്ചി എന്ന് വിളിക്കുന്ന ഒരു 10-30 വയസ്സുണ്ട്. 30 വയസ്സാവാൻ കാരണമുണ്ട്. ഈ ചേച്ചി എന്ന് വിളിക്കുന്ന ഈ സ്ത്രീക്ക് ഈ കുട്ടികൾക്കെല്ലാം ഭയങ്കര സ്വാധീനമാണ്. കാരണം ഇവർ അവിടുത്തെ കളിക്കൂട്ടങ്ങളും കാര്യങ്ങളും ഇന്റലക്ച്വൽ ലെവലൊക്കെ ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ ഇവർ കല്യാണം, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം വന്നിങ്ങനെ പ്രണയാഭ്യർത്ഥന അല്ല, എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട്, അയ്യോ അത് പറ്റില്ല, കാരണം ഒരു ജ്യോതിഷ പ്രവചനമുണ്ട്, ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ പതി മരിച്ചു പോകുന്നതാണ് ജ്യോതിഷമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ജ്യോതിഷം എന്ന് പറയുന്നത് പ്രവചനം നടത്തേണ്ട സാധനമല്ല, ഈ ജ്യോതിഷം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു കൗൺസിലിംഗ് ആണ്, അപ്പോൾ അതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കല്യാണം ഫിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ ഈ ശത്രുക്കളായ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവരടങ്ങിയിരിക്കാൻ തയ്യാറായില്ല. അവരൊരു 10 അംഗ സംഘം, അതിൽ നിന്ന് ഒരാൾ തെറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ ഈ 10 അംഗ സംഘം ഇവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ഇവരെ ഈ വിവാഹത്തിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഇവരുടെ വീട്ടിൽ പോയിട്ട് ഇവരെ പിടിച്ചുകൊണ്ടുപോയി പൊത്തി
ഇവരെ കയറുകൊണ്ട് കെട്ടിയിട്ട് പൊതു കിണറിൽ, അന്ന് അവിടെ വലിയ വില്ലേജാണ്. ഈ 2000 വർഷം പഴക്കമുള്ള എമ്പെരുമാൾ ക്ഷേത്രത്തിന്റെ ചുറ്റും വലിയൊരു വില്ലേജ് ആയിരുന്നു. അതിപ്പോൾ ആർക്കിയോളജി സർവേ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പൊതു കിണറിൽ ഇവരെ തള്ളുന്നുണ്ട്. അപ്പോൾ അന്നും ഈ ജാതിയുടെ പ്രശ്നം തന്നെയാണ്. ഈ ജാതി എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒരു വർഗവൈരുദ്ധ്യം നിലനിന്നിരുന്ന ഒരു അത് കുറച്ച് ആളുകളുടെയാണ്, എല്ലാവരുടെ അല്ല. ആ സമുദായത്തിനകത്ത് തന്നെ ഉള്ള എല്ലാവരും അങ്ങനെ ചെയ്തു എന്ന് അർത്ഥമല്ല. അവരെല്ലാം വലിയ പിന്തുണ വരുന്നവരാണ്. കാരണം അവരെല്ലാം ഇപ്പം ഇപ്പോഴും തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമല്ലോ, ഇതുള്ള ന്യൂനപക്ഷം ഇപ്പോഴും ഉണ്ട്, പലതരത്തിൽ പല സമുദായങ്ങൾക്കകത്തുമുണ്ട്. ഭൂരിപക്ഷം പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളതാണ്. അതിന് ഒരുപാട് ഘടകങ്ങൾ നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവര് ശപിക്കുന്നുണ്ട്, ഈ ഗ്രാമം അഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട്, എന്നെ നിങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടും, അഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ് ഇവർ വീഴുകയും ഈ കിണറിലെ മണ്ണ് വീണ് ഈ കിണർ മൂടിപ്പോയി എന്നാണ് വിശ്വസിക്കുന്നത്. അത് നമ്മൾ വിശ്വസിക്കേണ്ട. പക്ഷെ ഇപ്പോഴും ആ കിണർ സമ്പൂർണമായിട്ട് മൂടാത്ത നിലയിൽ കിണറിന്റെ പോർഷൻ ഇപ്പോഴും ഈ വില്ലേജിൽ പുല്ല് മൂടിക്കിടപ്പുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ എല്ലാ ക്ലീൻ എല്ലാം ചെയ്യുന്ന സമയത്തും ഇപ്പോഴും അത് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇവർ പിന്നീട് യക്ഷി കോൺസെപ്റ്റിലോട്ടും വരിക, അല്ലെങ്കിൽ ഒരു അതർ ഇതിലേക്ക് വരികയും ഇവർ പിന്നീട് പ്രശ്നം ഉണ്ടാക്കി. ഇവർക്ക് അവിടെ അമ്പലം പണിഞ്ഞു. അമ്പലം ഈ അല്ലല്ല, ഇതിന്റെ അടുത്തൊരു ചെറിയ അമ്പലം. പക്ഷേ ഈ അമ്പലം വലിയ രീതിയിൽ ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുതെന്നും വിധിയുണ്ട്. അവിടെ ദിനപൂജയും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ ഈ ക്യാരക്ടറെയാണ് ഡെവലപ്പ് ചെയ്തത്. തീർച്ചയായും ഇത് കഥ കേട്ടപ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ചേട്ടാ സ്പീഡിൽ അത് വളരെ ചുരുക്കി അങ്ങ് പറയുകയാണ്. പക്ഷെ ഇത് വായിക്കുമ്പോൾ തുടക്കം വായിക്കുമ്പോൾ അപ്പൊ ഈ കുട്ടികളെ ഇങ്ങനെ ഒരു ട്രാവലോഗ് വായിച്ചതിന് ശേഷം ഈ വില്ലേജിൽ ചെന്ന് പെടുമ്പോൾ ഇവർ ഈ ആവുടയമ്മാൾ എന്ന് പറയുന്ന ഈ ക്ഷേത്രം കാണാനാണ് ഇവർ വായിച്ചിരിക്കുന്ന ആവുടയമ്മാൾ ക്ഷേത്രം എന്നാണ്. ആ ക്ഷേത്രത്തിന്റെ പേര് അങ്ങനെയല്ല, ആവുടയമ്മൻ ഇശക്കിക്കോയിൽ എന്നാണ്. ആവുടയമ്മൻ ഇശക്കി അറിയാലോ, തമിഴിന്റെ കൾച്ചർ. അപ്പൊ ഇവരവിടെ ചെന്ന് വിടുമ്പോൾ ഇവരെ വഴിമുടക്കുകയും പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർ സ്വാഭാവികമായിട്ട് വശ്യ എന്ന് പറയുന്ന ഒരു ലേഡി വഴിക്ക് വെച്ച് കണ്ടുകൊണ്ട് ഇപ്പോഴും അവിടെ ജനമില്ല. ഒരു നഗരം ഉണ്ടായിരുന്നു ഒരു നഗരം ഉണ്ടായിരുന്നു. അതെ അതെ. ഇപ്പം അവിടെ ജനവാസം ഇല്ല. ആ ഗ്രാമത്തിൽ 2 ക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് ഒരു പെരുമാൻ ക്ഷേത്രം എന്ന് പറഞ്ഞ മുരുകൻ ക്ഷേത്രം, ഒന്ന് ഈ പെരുമാൾ ക്ഷേത്രം എന്ന് പറഞ്ഞ മഹാവിഷ്ണു ക്ഷേത്രം. ഈ പെരുമാൻ ക്ഷേത്രം എന്ന് പറയുന്ന മുരുക ക്ഷേത്രത്തിന്റെ ചുറ്റുമാണ് 117 വീടുകൾ ഇപ്പോഴും ഉള്ളത്. ഈ ക്ഷേത്രത്തിന്റെ ചുറ്റും ഒരു വീടുമില്ല. സാധാരണ നമുക്കറിയാമല്ലോ, ഇപ്പൊ തിരുവനന്തപുരത്ത് പരിശോധിച്ചാൽ ഇപ്പൊ നമുക്കൊരു 10-25-30 വർഷത്തെ കഥ നമുക്കറിയാം. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ അടുത്തിങ്ങനെ വീടുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു പുതിയ ക്ഷേത്രങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലം അറിയാമല്ലോ, പുതിയ ഒരു വിശ്വാസം വീടുകൾ വരും. ഒരു ക്ഷേത്രം വന്നു കഴിഞ്ഞാൽ വീട് വരും. പിന്നെ പരമ്പരാഗത ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങൾ പരിശോധിച്ച ഒരു രക്ഷയില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റും എത്ര ലക്ഷക്കണക്കിന് വീടുകളുണ്ടെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഗുരുവായൂർ പോയാൽ, അല്ലെങ്കിൽ ഏത് ക്ഷേത്രം എന്ന് മാത്രമല്ല, മറ്റ് ആരാധനാലയങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇതര വിഭാഗ ആരാധനകൾ വന്നാൽ അവിടെയെല്ലാം ഇത് വരും, വീടുകൾ വരും. കാരണം അവർക്ക് വീട് അങ്ങനെ ഒരു സംഭവം. അപ്പൊ ഇത് നമ്മുടെ എൻക്വയറിയിൽ വന്ന ഒരു പ്രധാന വിഷയമാണ്. അപ്പൊ ഇവിടെ പിന്നീട് എനിക്ക് ഗ്രാമമുഖ്യൻ പറഞ്ഞത്, ഇവരുടെ ശാപത്താൽ ഇവിടെ എല്ലാ വീടുകളും ഇപ്പോഴും ഈ പ്രേക്ഷകർ എങ്ങനെ ഇത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. ഗ്രാമമുഖ്യൻ എന്നോടൊരു കാര്യം പറഞ്ഞു. എൻ്റെ കുട്ടികൾ, അദ്ദേഹത്തിന് 2 ആൺമക്കളാണ്, അദ്ദേഹത്തിന്റെ 2 ആൺമക്കളും ഡോക്ടേഴ്സാണ്. എൻ്റെ മക്കൾ, ഗ്രാമമുഖ്യൻ എന്നോട് പറഞ്ഞതാണ്, അങ്ങ് ക്യാമറയുമായി പോയാൽ അദ്ദേഹം പറയാൻ സാധ്യതയുണ്ട്, എൻ്റെ മക്കൾ ഇപ്പോഴും ഒറ്റയ്ക്ക് അവിടെ പോകാറില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും പ്രസൻസ് ഉണ്ട്. എന്നിട്ട് അതേ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഇപ്പോഴും ഗർഭിണികളായ സ്ത്രീകൾ ആ പ്രധാന വീതിയിലൂടെ നടക്കാറില്ല. ഇതിപ്പോ ചോദ്യം ചെയ്യാനായിട്ട് ഒരുപാട് സാധ്യതയുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ഇപ്പൊ നമുക്ക് വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ ഗർഭിണിയാണ്, ഇതാ വരുന്നു എന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ചില വിശ്വാസങ്ങളാണ്. അതെ അതെ, വിശ്വാസമാണ്. വിശ്വാസം ഇത് മാത്രമല്ല, എന്തിനേ ഇപ്പൊ ഒരാള് സൂര്യനെ തൊഴുന്നു, ഓം നമോ ഭഗവതി ദുർഭ്യം ആദിത്യായ നമോ നമോ എന്ന് പറഞ്ഞൊരു മന്ത്രം ചൊല്ലി ഒരാള് അങ്ങ്, അല്ലെങ്കിൽ വേറൊരാളായിക്കോട്ടെ, ഒരു വിശ്വാസി, നമ്മൾ ചിലപ്പോൾ വിശ്വാസി അല്ലായിരിക്കാം, വിശ്വാസി സൂര്യനെ പ്രണമിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം എന്തും ചോദ്യം ചെയ്യണ്ട. അതെ, ഇപ്പൊ അങ്ങയുടെ അച്ഛൻ എനിക്ക് അച്ഛനല്ലല്ലോ, എന്റെ അച്ഛൻ അങ്ങയുടെ അച്ഛനല്ലല്ലോ, അങ്ങയുടെ അച്ഛൻ എനിക്ക് മാമനാവാം, എന്റെ അച്ഛൻ അങ്ങേക്ക് മാമനാവാം. അപ്പൊ അത് എന്റെ അച്ഛനാണെന്നുള്ളതും എന്റെ ഇതാണെന്നുള്ളതും നമ്മുടെ ഒരു കുറച്ച്, നമ്മൾ അച്ഛനാരെന്ന് കണ്ടിട്ടില്ലല്ലോ. എന്നിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു പുരുഷനെ അമ്മ ചൂണ്ടിക്കാണിക്കുന്ന, അല്ലെങ്കിൽ ആ സംവിധാനത്തിനകത്ത് വരും നമ്മൾ അച്ഛനെന്ന് വിളിക്കുക. അപ്പൊ ഇത് തന്നെയാണ് വിശ്വാസത്തിന്റെ ഒരു തലം എന്ന് പറഞ്ഞാൽ. അല്ല, വിശ്വാസം എപ്പോഴെങ്കിലും അന്ധവിശ്വാസമായി മാറുകയോ ആചാരം എപ്പോഴെങ്കിലും അനാചാരങ്ങളായി മാറുകയോ ചെയ്താൽ നമ്മൾ തീർച്ചയായിട്ടും ചോദ്യം പ്രതികരിക്കണം.